ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ വാട്ടൈ 8ൻ്റെ ഡേ ആണ്. ഇന്നലത്തെ ദിവസം ഞാൻ കഴിച്ച ഒരു കംപ്ലീറ്റ് എൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ എടുത്തത് വളരെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ള മുട്ടക്കറിയാണ്. അപ്പോൾ ഞാൻ ഈ തേങ്ങാപ്പാൽ മുട്ടക്കറി എന്ന് പറയുന്നത് എൻ്റെ വീഡിയോസിൽ പലതവണ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് എൻ്റെ അമ്മച്ചിയുടെ അമ്മച്ചിയുടെ റെസിപ്പിയാണ് ഞാൻ ഫോളോ ചെയ്യുന്ന കൂടുതലും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുക്കർ മുട്ടക്കറി, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കുക്കർ മുട്ടക്കറിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ രാവിലെ എന്നത്തെയും പോലെ തന്നെ നല്ല ചൂട് ചായ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചൂട് ചായ, പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ക്രിസ്പി സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അടിപൊളി വെള്ളയപ്പവും അതുപോലെ തന്നെ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ കുക്കർ മുട്ടക്കറിയാണ്. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചപ്പോഴത്തേനും ഈ മുട്ടക്കറിയും ചേർത്ത് വെള്ളയപ്പം കഴിച്ചപ്പോഴത്തേനും നമ്മുടെ വായിലിടുമ്പോഴത്തേനും നല്ല അലിഞ്ഞു പോകും. അങ്ങനെ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ട്, കാരണം വെള്ളയപ്പം നമ്മൾ എത്ര കഴിച്ചാലും നമ്മൾ അറിയാതെ കഴിച്ചു പോകും. അത്ര ടേസ്റ്റി. ഒന്നാമത് നമ്മുടെ തേങ്ങാപ്പാൽ മുട്ടക്കറി ആയതുകൊണ്ട് തന്നെ നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു മൈൽഡ് സ്വീറ്റ്നെസ്സും അതുപോലെ തന്നെ സവോളയുടെ ഒരു മൈൽഡ് സ്വീറ്റ്നെസ്സും അതുപോലെ തന്നെ ഒരു കാശ്മീരി ചില്ലി പൗഡറാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഓവറായിട്ടുള്ള എരിവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് തന്നെ കളറുണ്ടായിരിക്കും, അത്യാവശ്യം നല്ല കളറുണ്ടായിരിക്കും. പിന്നെ ടൊമാറ്റോയും സവോളയും അതുപോലെ തന്നെ തേങ്ങാപ്പാലൊക്കെ ചേർന്നിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി മുട്ടക്കറി. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഈ മുട്ടക്കറി എത്ര ടേസ്റ്റിയാണെന്നുള്ളത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പം ഇതെന്ന് പറയുന്നത് കുറച്ച് ഗ്രേവിയൊക്കെ ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പോൾ നല്ല ആസ്വദിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും അമ്മച്ചി നല്ല അടിപൊളി ഇടനേലയപ്പം ഉണ്ടാക്കിയായിരുന്നു. നമ്മുടെ കുമ്പിളപ്പം ഉണ്ടല്ലോ, ചക്കയപ്പം. അപ്പോൾ ഇടനേലയപ്പം ഉണ്ടാക്കി. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ഞാൻ ലോങ് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇടനേലയപ്പവും അതുപോലെ തന്നെ വീട്ടിലെ അമ്മച്ചിയുടെ സ്പെഷ്യൽ മാങ്ങാച്ചാറും ഒക്കെ ഇടുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ചെന്ന് കാണണം. അപ്പോൾ ഭയങ്കര ചൂടാണ്, ഒരു കയ്യിൽ ഫോൺ ഇരിക്കുകയാണ്, പിന്നെ ഭയങ്കര ചൂടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇല അങ്ങനെ ഉരിച്ചു മാറ്റിയത്. അപ്പോൾ ഞാൻ അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ശേഷം കുറച്ച് മധുരത്തിന് വേണ്ടി ഞാൻ കഴിച്ചത് ഇടനേല അപ്പമാണ്. അപ്പോൾ ഇതിൽ പഞ്ചസാര ഒട്ടും തന്നെ ആഡ് ചെയ്യുന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് ശർക്കരയാണ് സ്വീറ്റിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നത്. ഭയങ്കര സോഫ്റ്റാണ്, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ്നെസ്സോട് കൂടിയിട്ട് അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഇടനേലയപ്പം. അപ്പം ആ അപ്പം കഴിക്കുമ്പോഴത്തേനും ഇടനേലയുടെ ആ ഫ്ലേവർ ഉണ്ടല്ലോ, ആ എസൻസ്, ആ ഒരു ഫ്ലേവറൊക്കെ ആ അപ്പത്തിലേക്ക് ഇറങ്ങിയിട്ട് ഭയങ്കര ഒരു ടേസ്റ്റായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പം ഞാനിതാ ഇടനേലയപ്പം 1 or 2 എടുത്ത് കഴിച്ചു. കാരണം എന്ന് വെച്ചാൽ നല്ല ചൂടായിട്ട് ആണ് ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ചൂട് മാറുമ്പോഴത്തേനും ഇത്ര രസം ഉണ്ടാവത്തില്ല. അപ്പോൾ ചൂടോടെ കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് എന്ന് പറയുന്നത് അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഉച്ചയ്ക്ക് കിച്ചണിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ, ഇതും ഞാൻ വീഡിയോയിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പിന്നെ വളരെ കുറച്ച് ഇന്ന് എന്തൊക്കെയോ ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഭയങ്കരമായിട്ട് കുറച്ച് ബിസി ആയിരുന്നു കിച്ചണിൽ. എന്ന് വെച്ചാൽ ദുബായിൽ കൊണ്ടുപോകാനുള്ള ഐറ്റംസിൻ്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കിച്ചണിൽ. അതുകൊണ്ട് തന്നെ ഒരുപാട് കറികളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് നമ്മൾ വെച്ച് കൂട്ടുന്നില്ല, ഒരുപാട് എക്സ്ട്രാ കറികളും കാര്യങ്ങളൊന്നും ഒരുപാട് വെക്കുന്നില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് ചേന പൊരിച്ചത്, പിന്നെ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് ബീഫ് റോസ്റ്റ്, പിന്നെ കരിമീൻ പൊരിച്ചത്, പിന്നെ തലേന്നത്തെ മീൻകറി അടിപൊളിയായിരുന്നു, നല്ല തിളപ്പിച്ച് മാറ്റി വെച്ചപ്പോൾ. പിന്നെ ഇതെന്ന് പറയുന്നത് അമ്മച്ചി ഇന്ന് വെച്ചതാണ്. മുരിങ്ങക്കോലും അതുപോലെ തന്നെ കുമ്പളങ്ങായും പച്ചമാങ്ങയൊക്കെ കീറിയിട്ടിട്ടുള്ള ഒരു തേങ്ങ അരച്ച ഒഴിച്ച കറി, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ 2-3 കൂട്ടം അച്ചാർ. അപ്പം എല്ലാം കൂടെ, അപ്പോൾ കറികൾ ഞാൻ ഇന്നത്തെ ഉച്ച ഊണിൻ്റെ കറികൾ ഞാൻ ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ സാധാരണ പൊട്ടറ്റോ ഫ്രൈ ചെയ്യുമല്ലോ, നമ്മുടെ വീട്ടിൽ കിഴങ്ങ് പൊരിക്കൽ വളരെ കുറവാണ്. ഈ നമ്മൾ സ്കൂളിലൊക്കെ ആയിരുന്നെങ്കിലും പണ്ട് അമ്മച്ചി സ്കൂളിൽ കൂടുതൽ തന്നു വിടുന്ന ഇതുപോലത്തെ ചേന പൊരിച്ചത് നമ്മുടെയൊക്കെ ഓൾ ടൈം ഫേവറേറ്റാണ്. ഞാൻ കുറച്ച് ചൂട് ചോറ് വിളമ്പി അതിലേക്ക് മുരിങ്ങയ്ക്ക, മാങ്ങ,
ഒക്കെ ഇട്ടിട്ടുള്ള കുമ്പളങ്ങ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ടേസ്റ്റി അടിപൊളി ഒഴിച്ച് കറി. പിന്നെ ഇതെന്ന് പറയുന്നത് വളരെ ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പൊട്ടറ്റോ പൊരിച്ചതുണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മൾ ചേന പൊരിക്കും. അമ്മച്ചിയുടെ ഒരു എന്താ പറയുക, നമ്മൾ ഉപ്പും മുളക് പൊടിയും തിരുമിയിട്ട് ചേന പൊരിക്കും. പിന്നെ ഒരു ചെറിയ പീസ് കരിമീൻ ഫ്രൈ, പിന്നെ കുറച്ച് ബീഫ് റോസ്റ്റ്. എല്ലാം കുറച്ച് മതിയായിരുന്നു. കാര്യം വെച്ചാൽ എക്സ്ട്രാ ആവശ്യമില്ലാതെ ഒരുപാട് കറികളൊന്നും വെച്ച് കൂട്ടുന്നില്ല. കാരണം ഇനിയിപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ കിച്ചണിൽ നല്ല രീതിയിലുള്ള ബിസിയും കാര്യങ്ങളുമാണ്. നമ്മുടെ ദുബായിൽ കൊണ്ടുപോകാനുള്ള കുക്കിംഗ് കാര്യങ്ങളുടെ ബിസിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലൂടെ വേണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ അമ്മച്ചി ആക്കാനായിട്ട്. അതുകൊണ്ട് ഒരുപാട് ഹെവി ആയിട്ടുള്ള കറികളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ തീരുന്നതിനനുസരിച്ച് വെക്കാം, അങ്ങനെയാണ് വിചാരിക്കുന്നത്. നല്ല ചൂട് ചോറിൻ്റെ മുകളിൽ നല്ല അടിപൊളി കരിമീൻ കറി. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കരിമീൻ കറിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ബീഫും ഫിഷും ഒക്കെ ഉള്ളത് കൊണ്ട് മീനിലെ കഷ്ണം ഓൾറെഡി കഴിഞ്ഞായിരുന്നു. പക്ഷേ വെച്ച ദിവസത്തേനേക്കാളും അടിപൊളി ടേസ്റ്റാണ്. എന്താ പറയുക, പിറ്റേ ദിവസം ആയപ്പോഴത്തേനും ആ ചട്ടിയിൽ തന്നെ പുറത്ത് വെച്ചിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം ആയപ്പോഴത്തേനും ആ മീൻ കറിക്ക് ഭയങ്കര ടേസ്റ്റ്. പിന്നെ അമ്മച്ചിയുടെ മാങ്ങ അച്ചാർ ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് എന്നാൽ മാങ്ങയുടെ സീസൺ അല്ലായിരുന്നിട്ട് പോലും നമ്മൾ തപ്പി കണ്ടുപിടിച്ച് അന്വേഷിച്ച് കുറച്ച് മാങ്ങാച്ചാറൊക്കെ ഇട്ട് അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയും ഒരു സ്പെഷ്യലാണ് അമ്മച്ചിയുടെ മാങ്ങാച്ചാർ എന്ന് പറയുന്നത്. പിന്നെ ഇതാ ഈ ഒരു രക്ഷയില്ല കേട്ടോ, മുരിങ്ങക്കോൽ കറി എന്ന് പറയും. ഇപ്രാവശ്യം ചക്കക്കുരു ഇട്ടിട്ടില്ല. ചക്കക്കുരുവിന് പകരം അമ്മച്ചി പച്ചമാങ്ങായും കുമ്പളങ്ങായും ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം തേങ്ങ അരച്ച കറി വെക്കുമ്പോൾ ഓരോ പ്രാവശ്യം ഓരോരോ ഐറ്റംസാണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ വിചാരിച്ചു, നമ്മൾ കഴിഞ്ഞ ദിവസം വാഴക്കുളത്ത് പോയി കുറച്ച് പൈനാപ്പിളൊക്കെ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ആ പൈനാപ്പിളിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് ചെന്ന് കാണുക. അപ്പോൾ കുറച്ച് പൈനാപ്പിൾ, അപ്പോൾ 1-2 എക്സ്ട്രാ ഇരിക്കുന്നത് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചിട്ടാണ് 1-2 മാറ്റി വെച്ചിരിക്കുന്നത്. ഇത് അത്യാവശ്യം ഇപ്പോൾ കഴിക്കാനുള്ള പാകമായിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, പൈനാപ്പിൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തു. എന്നും വലിയ പീസായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് കഴിക്കലാണ് പതിവ്. പക്ഷേ ഇന്ന് പതിവിന് വിപരീതമായിട്ട് എന്ത് ചെയ്തു, ഒരു പൈനാപ്പിൾ എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ഉപ്പും കുറച്ച് കോക്കനട്ട് ഓയിലും വളരെ ടേസ്റ്റി ആയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഉപ്പും മുളകും ചാലിച്ച് കൈകൊണ്ട് എല്ലായിടവും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കഴിക്കുകയാണ്. ഇത് ഭയങ്കര ഫേവറേറ്റാണ് എനിക്ക്. പഴുത്ത മാങ്ങ എന്താ പറയുക, മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ച് ഇങ്ങനെ ചാലിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ പൈനാപ്പിൾ ഇതുപോലെ കഴിച്ചിട്ടില്ലാത്തവർ ഒന്ന് കഴിച്ച് നോക്കണേ. അത്ര വിയേർഡായിട്ടുള്ള ടേസ്റ്റൊന്നും ആവാൻ വഴിയില്ല. കാര്യം വെച്ചാൽ പൈനാപ്പിളിൻ്റെ ആ സ്വീറ്റും അതുപോലെ തന്നെ ആ ഒരു പുളിയും ആ ഒരു ചില്ലി പൗഡറിൻ്റെ എരിവും ഒക്കെ ചേരുമ്പോൾ അടിപൊളിയാണ്. പിന്നെ വൈകുന്നേരം നമ്മൾ ടീ ടൈം ആയപ്പോഴത്തേനും എന്തൊക്കെയോ പല ഐറ്റംസ് കഴിച്ചു. പൈനാപ്പിളും അതുപോലെ തന്നെ ഇടനേല അപ്പവും അങ്ങനെ എന്തൊക്കെയോ പല വയർ നിറച്ച് ചോറും എല്ലാം കഴിച്ചപ്പോഴത്തേനും വൈകുന്നേരം ചായക്ക് കാര്യമായിട്ടൊന്നും വേണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് മിച്ചറും അതുപോലെ തന്നെ 1 കപ്പ് ചായയുമാണ് കുടിച്ചത്. പിന്നെ രാത്രി ഡിന്നർ ആയപ്പോഴത്തേനും എപ്പോഴും ഹോംലി ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയല്ലേ നാട്ടിൽ വന്നതിന് ശേഷം കഴിക്കുന്നത്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഈരാറ്റുപേട്ടയിൽ ഗോഗ്രിൽ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ചിക്കൻ ഷവായി അങ്ങനെയാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ 2 ടൈപ്പ് സാലഡും കുക്കുംബറും അതുപോലെ തന്നെ 2 ടൈപ്പ് ഡിപ്പ്, മയോണൈസ്, നോർമൽ മയോണൈസും അതുപോലെ തന്നെ ചില്ലി മയോണൈസും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ഫുള്ള് അൽഫാമാണ്, ഷവായി ചിക്കനാണ് വാങ്ങിച്ചത്. ഭയങ്കര എന്താ പറയുക, എക്സ്പെക്റ്റേഷനോട് കൂടി വാങ്ങിച്ചതാണ്. ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്ത് വാങ്ങിച്ചതാണ്. ഇതിന് മുന്നേ വാങ്ങിച്ചിട്ടുമുണ്ട്. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. പക്ഷേ പതിവിന് വിപരീതമായിട്ട് വളരെ വൻ ഫ്ലോപ്പായിരുന്നു. ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്കൊന്നും കഴിക്കാൻ പറ്റാത്ത ഓവർ സ്പൈസി, പിന്നെ നോർമൽ ഒരു ഷവായി, എല്ലായിടത്തുനിന്നും കഴിക്കുന്നത് പോലെ തന്നെ ഒരു നോർമൽ ഷവായി വളരെ ഡ്രൈ ആയി വല്ലാത്ത ഒരു ഫോമിലായിരുന്നു. ഇഷ്ടപ്പെട്ടേ ഇല്ല. വൻ ഫ്ലോപ്പായിരുന്നു. അവരെ വിളിച്ചതിന് ശേഷം പറഞ്ഞപ്പോൾ എന്തോ കരണ്ട് പോയെന്നോ ഡ്രൈ ആയിപ്പോയെന്നോ ഉണങ്ങിപ്പോയെന്നോ എന്തോ പറഞ്ഞു. ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്ത് വാങ്ങിച്ചത് കൊണ്ടായിരിക്കാം ഒട്ടും ഇഷ്ടപ്പെടാതെ കഷ്ടപ്പെട്ട് കഴിക്കേണ്ടി വന്നു. അപ്പോൾ എന്താണേലും വാങ്ങിച്ചു പോയ സ്ഥിതിക്ക് കഴിച്ചു, വേറെ നിവൃത്തിയില്ലാതെ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ രാത്രിത്തെ ഡിന്നർ എന്ന് പറയുന്നത്. ഒരു ആവറേജും പറയാൻ പറ്റത്തില്ല, ബിലോ ആവറേജ് എന്നുള്ള രീതിയിലുള്ള ഒരു
എന്താ പറയുക ഷവായി ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ എന്താ പറയുക എൻ്റെ ഇന്നലത്തെ ഫുഡടി പരിപാടി എന്ന് പറയുന്നത്. ഡിപ്പും കാര്യങ്ങളൊക്കെ വളരെ ടേസ്റ്റ് ആയിരുന്നു. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചില്ലി മയോണൈസും അതുപോലെ തന്നെ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.